നമസ്കാരം. ആശ ഷോർട്സ് ട്രാവൽ മെമ്മറീസിലേക്ക് സ്വാഗതം. കേരളത്തിൽ എല്ലാവിധ പണികളും ചെയ്യാൻ വേണ്ടിയിട്ട് അതിഥി തൊഴിലാളികളാണ് വരിക. അതിഥി തൊഴിലാളികൾ അല്ലെന്നുണ്ടെങ്കിൽ ബംഗാളികൾ എന്ന് നമ്മൾ മലയാളികൾ പേര് വിളിക്കുന്ന നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിൽ നിന്നുള്ള ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിൽ നിന്നുള്ള പയ്യന്മാർ അല്ലെങ്കിൽ ചെറുപ്പക്കാർ ആണ് ഈ തൊഴിൽ ചെയ്യുവാൻ വേണ്ടി കേരളത്തിൽ എത്തുന്നത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എല്ലാവിധ ജോലികളും റെസ്റ്റോറൻറ്റുകളിലും തട്ടുകടകളിലും പറമ്പിൽ പണികൾ ചെയ്യുവാനും എല്ലാവിധ പണികളും ചെയ്യുവാൻ വരുന്ന ഇതുപോലെയുള്ള ചെറുപ്പക്കാർ നല്ലവണ്ണം മലയാളം സംസാരിക്കുന്നവരാണ്. ഒരുപക്ഷെ അവരെ മലയാളം പഠിപ്പിച്ചിട്ടാണോ ഇങ്ങോട്ട് വിടുന്നത് എന്നുപോലും നമ്മൾക്ക് സംശയമുണ്ടാകും. അതേ രീതിയിൽ മലയാളികൾ സംസാരിക്കുന്ന പോലെ തന്നെ മലയാളം സംസാരിക്കുന്നവരാണ് ഈ ചെറുപ്പക്കാർ ഒക്കെയും തന്നെ. എന്നാൽ കെട്ടിടപ്പണി ചെയ്യാൻ വരുന്ന കെട്ടിടപ്പണിയുടെ പണി ചെയ്യുന്നവരെ സഹായിക്കാൻ വരുന്ന മെക്കാഡുകൾ എന്ന് നമ്മൾ വിളിക്കും. മേസ്തിരിയെ സഹായിക്കാൻ വരുന്ന ആളാണ് മെക്കാഡ്. അങ്ങനെയുള്ള മെക്കാഡ് പണിക്ക് വരുന്ന പയ്യന്മാർ അല്ലെന്നുണ്ടെങ്കിൽ ചെറുപ്പക്കാർ അങ്ങനെ മലയാളം സംസാരിക്കുന്നതായി ഞാൻ കേട്ടിട്ടില്ല. ഏതായാലും ഇന്നത്തെ സംസാര വിശേഷം പറയുന്നത് ഇതിനെ പറ്റിയാണ്. വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഫോളോ ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്നു. കഴിഞ്ഞ ദിവസമാണ് ഞാൻ അവിചാരിതമായി ഈ ഒരു സംഗതി ശ്രദ്ധിച്ചത്. എൻ്റെ വീടിനടുത്തായി നടക്കുന്ന കെട്ടിടം പണി, ഒരു പുതിയ വീട് പണി നടക്കുന്നുണ്ട്. എനിക്ക് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ മുന്നിൽ പണി നടക്കുന്നത് കാണാൻ പറ്റും. രാവിലെ തന്നെ പണിക്കാർ വരും. 2 മേസ്തിരിമാരും 2 മെക്കാഡ് പണിക്കാരും കാണും. രാവിലെ തന്നെ വന്ന് അവർ പണി തുടങ്ങും. പണി തുടങ്ങുമ്പോൾ തന്നെ വളരെ ഉച്ചത്തിൽ മലയാളം പാട്ട് വയ്ക്കും. സന്ധ്യ വരെയും പണി അങ്ങനെ നീളും. ചില സമയങ്ങളിൽ ഞാൻ ഈ പണി നോക്കിയിരിക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ പണികളിൽ മുഴുകും. എന്നാൽ കഴിഞ്ഞ ഒരു ദിവസം അവിചാരിതമായി ഞാൻ പെട്ടെന്ന് ഒരു കാര്യം ശ്രദ്ധിച്ചു. ഞാൻ മുറിക്കുള്ളിൽ ഇരിക്കുകയായിരുന്നു. ഉച്ചത്തിൽ അവിടുത്തെ മേസ്തിരി വിളിച്ചു പറയുന്നു, 1-8 അടാര അടാര, ഓ ഭായി, കൊട്ട 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 ഉടാവോ. ഇങ്ങനെ ഇംഗ്ലീഷും ഹിന്ദിയും മലയാളവും ഇടകലർന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നു. ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് മലയാളം ഹിന്ദി പാഠാവലി വാങ്ങിക്കണം, ഇതും പറയുന്നു. അപ്പോഴാണ് ഞാൻ അത് കൂടുതലായി ശ്രദ്ധിച്ചത്. കെട്ടിടം പണി മുകളിലേക്ക് ഭിത്തി കെട്ടി പോവുകയാണ്. മേസ്തിരി മുകളിലാണ് നിൽക്കുന്നത്. താഴെ നിൽക്കുന്ന മെക്കാഡ് പയ്യനോട്, ബംഗാളി പയ്യൻ എന്ന് നമ്മൾ പറയുന്ന മെക്കാഡിനോട് മുകളിലേക്ക് ഓരോ സാധനങ്ങൾ എടുത്തു കൊടുക്കുവാനാണ് ഈ മേസ്തിരി പറയുന്നത്. അപ്പോൾ താഴെ നിൽക്കുന്ന ബംഗാളി പയ്യന് മലയാളം ഒട്ടും തന്നെ വശമില്ല. അതുകൊണ്ട് ഏത് സാധനം എടുത്ത് കൊടുക്കുവാനും അത് ഇംഗ്ലീഷിലും പറഞ്ഞ് മലയാളത്തിലും പറഞ്ഞ് അറിയാവുന്ന ഹിന്ദിയിലും പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് മേസ്തിരി. അതാണ് 1-8 അടാര എന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടത്. എനിക്കും ഹിന്ദി നല്ല വശമില്ല. അടാര എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് എനിക്കും അറിയില്ല. എങ്കിലും അവിടെ കേട്ടത് ഞാൻ പറയുന്നു എന്നേ ഉള്ളൂ. അത് എടുത്തു കൊടുക്കേണ്ട കമ്പിയുടെ സൈസാണ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നു. എനിക്കതിനെ പറ്റി ഉള്ള നല്ല വിവരമില്ല. ഉടാവോ ഇതൊക്കെ ഹിന്ദി വാക്കുകൾ ഇങ്ങർക്ക് അറിയാവുന്നതാണ്. കൊട്ടയുടെ ഹിന്ദി വാക്ക് അറിയാൻ മേലാത്തത് കൊണ്ടാണ് കൊട്ട ഉടാവോ എന്ന് പറയുന്നത് കേട്ടത്. ഇടയ്ക്ക് വിളിച്ചും പറയുന്ന മലയാളം ഹിന്ദി പാഠാവലി വാങ്ങിക്കണം, അതും പറയുന്നത് കേട്ടു. അപ്പോഴാണ് ഞാൻ ഇതിനെപ്പറ്റി കൂടുതലായി ചിന്തിക്കാൻ തുടങ്ങിയത്. എല്ലാ ദിവസവും ഇവരെല്ലാവരും അവിടെ പണിക്ക് വരുന്നു.
വളരെ സ്നേഹത്തോടെ പണി ചെയ്യുന്നു. ആ, അത് എന്നും മലയാളം പാട്ട് മാത്രം വയ്ക്കുന്ന മേസ്ത്രി പിറ്റേ ദിവസം വന്നു കഴിഞ്ഞപ്പോൾ ബംഗാളി പയ്യനോടുള്ള സ്നേഹം കാരണമായിരിക്കും രാവിലെ മുതൽ തന്നെ നല്ല ഹിന്ദി പാട്ടുകൾ വെച്ചു. അന്നത്തെ ദിവസം മുഴുവനും ഹിന്ദി പാട്ടുകളാണ് അവർ കേട്ടുകൊണ്ട് ഇരുന്നത്. അപ്പോൾ പറ്റുന്ന വിധത്തിൽ മലയാളവും ഹിന്ദിയും ഇംഗ്ലീഷും ഇടകലർന്ന് ഇടയ്ക്കിടയ്ക്ക് താഴെ നിൽക്കുന്ന ബംഗാളി പയ്യനോട് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. ബംഗാളി പയ്യൻ ഇടയ്ക്കിടയ്ക്ക് ഹിന്ദിയിൽ എന്തൊക്കെയോ പറയുന്നുണ്ട്. അത് മലയാളത്തിൽ മാത്രം മനസ്സിലാകുന്ന മേസ്ത്രിക്ക് മനസ്സിലാകുന്നുണ്ടോ അറിയില്ല. ഹിന്ദി മാത്രം മനസ്സിലാകുന്ന ബംഗാളി പയ്യന് മനസ്സിലാവുന്നുണ്ടോ അതും അറിയില്ല. എന്തായാലും ഇവർ രണ്ടുപേരും വളരെ സ്നേഹത്തോടെ ആത്മാർത്ഥമായി ആ പണി ചെയ്തുകൊണ്ടേ ഇരുന്നു. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയ കാര്യം, കേരളത്തിൽ ഇപ്പോൾ ബംഗാളിയും മലയാളിയും ഭായി ഭായി എന്നുള്ള ഒരു കണ്ടീഷനിലാണ് പോകുന്നത്. അത് കച്ചവട സ്ഥാപനങ്ങളിലും മറ്റുള്ള ആൾക്കാരുമായി ഇടപഴകുന്ന സ്ഥാപനങ്ങളിലും ഉള്ള ബംഗാളി പയ്യന്മാർക്ക് നന്നായിട്ട് മലയാളം സംസാരിക്കാനുള്ള വശമുണ്ട്. ഒരു പക്ഷേ മലയാളം പഠിപ്പിച്ചിട്ടായിരിക്കും വിടുക. അല്ലാതെ ഇതുപോലെ കെട്ടിടം പണിയുടെ മെക്കാഡിന് ആയിട്ട് പണി സഹായിക്കാൻ വരുന്ന പയ്യന്മാർക്ക് മലയാളം വശമില്ലാത്തവരെയാണ് ആദ്യം വിടുക എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ഹിന്ദി മാത്രം അറിയുന്നവർ വന്ന് ഈ മേസ്ത്രിമാരുടെ കൂടെ നിന്ന്, മലയാളികളായ മേസ്ത്രിമാരുടെ കൂടെ നിന്ന് മലയാളം കേട്ട് പഠിക്കുന്നതാകാനാണ് വഴി. എന്തായാലും കേരളത്തിലെ കുറേയധികം മേസ്ത്രിമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരുടെയൊക്കെ കൂടെ ഉള്ള മെക്കാഡുമാരെല്ലാം, മെക്കാഡ് എന്ന് പറയുന്നത് മേസ്ത്രിക്ക് കയ്യാളായി പോകുന്ന ആളാണ്, സാധനങ്ങളൊക്കെ എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ആളാണ്. ഇവരൊക്കെയും ബംഗാളി പയ്യന്മാരാണ്. അപ്പോൾ കുറച്ചായി ഈ മലയാളി മേസ്ത്രിമാരും ഹിന്ദി പഠിച്ചു തുടങ്ങിയിരിക്കുന്നു. അവർ മെക്കാഡിനെ എപ്പോഴും കൂട്ടത്തിൽ കൊണ്ടു നടക്കണം. അവർക്ക് അവരുടെ പണിക്ക് കയ്യാളായി വരേണ്ട ആളാണ്. അതിനാൽ തന്നെ എവിടെ പോകുമ്പോഴും മെക്കാഡും ഇവരുടെ കൂടെ ഉണ്ടാകും. ഞാൻ നേരത്തെയും ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇവിടെ ഉള്ള ഒരു മേസ്ത്രി പോകുമ്പോൾ അങ്ങയുടെ കൂട്ടത്തിൽ ഒരു പയ്യൻ പോകുന്നുണ്ട്, ബംഗാളി പയ്യനാണ്. അവനോട് ഒന്നും മിണ്ടാതെ റോഡിൽ കൂടെ സംസാരിക്കാതെ പോകാൻ പറ്റില്ലല്ലോ. അതിനാൽ ഈ സംസാരിക്കുന്നുണ്ട്, മലയാളവും ഹിന്ദിയും ഒക്കെ ഇടകലർത്തി മനസ്സിലാക്കാൻ പറ്റുന്ന വിധത്തിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ബംഗാളി പയ്യനും അതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് മലയാളം കുറച്ചൊക്കെ മനസ്സിലാകുമായിരിക്കും, മനസ്സിലാകാത്തതോ ആ രീതിയിൽ പോകുന്നു. ഏതായാലും കേരളം ഇപ്പോൾ ഒരു നോർത്ത് ഇന്ത്യൻ സംസ്ഥാനം പോലെ ആയിട്ടുണ്ട്. വീണ്ടും കാണാം അടുത്ത വിശേഷവുമായി. നമസ്കാരം.